ഇടുക്കിയിൽ കൈപ്പത്തി ചിഹ്നത്തിന് ഒരു പ്രത്യേകതയും ഇല്ലെന്ന് റോഷി അഗസ്റ്റിൻ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CB വർഗീസ്. നല്ല രാഷ്ട്രീയ അടിത്തറ LDFിനുണ്ട്. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ജോയ് വെട്ടിക്കുഴി പുറത്തിരുന്നേനെ. കഴിഞ്ഞ 20 വർഷമായി ജില്ലയിലെ 3 മണ്ഡലങ്ങളിൽ കൈപ്പത്തി ചിഹ്നത്തിലാണ് UDF സ്ഥാനാർത്ഥികൾ തോൽക്കുന്നത്. അതിനാൽ ഇടുക്കി മണ്ഡലത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിൽ LDFിന് ഒരു ഭയവുമില്ലെന്നും CB വർഗീസ് പറഞ്ഞു. കൈപ്പത്തി ചിഹ്നം വന്നാൽ മത്സരിക്കും. കൈപ്പത്തി ഇവിടെ തോറ്റിട്ടില്ല. ഫ്രാൻസിസ് ജോർജിനോട് കൈപ്പത്തിയല്ലേ തോറ്റ 2 പ്രാവശ്യം. അപ്പോഴത്തെ 2019 2014 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ സഖാവ് ശ്രീ ജോയിസ് ജോർജിനോട് കൈപ്പത്തി പരാജയപ്പെട്ടിട്ടില്ല. 20 വർഷമായിട്ട് കോൺഗ്രസിന് MLA ഇല്ലാത്ത എല്ലാത്തും കൈപ്പത്തിയാണ്. ദേവുടെ കൈപ്പത്തിയിലാണ് മത്സരിക്കുന്നത്. അതുപോലെ ഉടുമ്പൻചോല മത്സരിക്കുന്നത്, പീരുമേട് മത്സരിക്കുന്നത്. പിന്നെ ഈ ഇവിടെ എല്ലാം നോക്കുന്ന കോൺഗ്രസിന് ഇടുക്കിയിലെ കൈപ്പത്തിക്കാണ് പ്രത്യേക പരിപക്ഷത്തിലാണ്. ഒരു പരിധിയില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി റോഷി ജയിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ UDF കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ റോഷിയുടെ വിജയം സുനിശ്ചിതമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? പക്ഷെ ഞങ്ങളിതിനൊന്നും അഹങ്കാരം കാണിക്കുന്നില്ല. വാഴയ്ക്കൽ 1 ലക്ഷം രൂപയുടെ പോസ്റ്റ് അടിച്ചു വെച്ച് 1.5 ലക്ഷം പോസ്റ്റ് അടിച്ചു വെച്ച് ബോർഡ് വെച്ച് 25 ലക്ഷം രൂപയുടെ പ്രിൻറ്റിങ് നടത്തി. അപ്പോൾ ഇവിടെ UDF സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കാൻ നിന്ന ആളല്ല. സീറ്റ് ഇടിച്ച് മേടിച്ച് വന്നു. നേരത്തെ പറഞ്ഞ ഇവിടെ എന്താ ജോയ് വെട്ടിക്കുഴിയാണ് മത്സരിക്കാൻ പോകുന്നത്. ഈ പറയുന്ന ജോയ് വെട്ടിക്കുഴി മുനിസിപ്പൽ പഞ്ചായത്ത് വാർഡിൽ കൈപ്പത്തിക്കല്ല മത്സരിച്ചത്. മനോജൻ തോമസിനോട് 52 വോട്ടിന് ജയിച്ചൊരു മുനിസിപ്പൽ വാർഡിൽ ഇവിടെ ജയിച്ചത്. ഈ കട്ടപ്പന മുനിസിപ്പാലിറ്റി ഞങ്ങളുടെ ഇന്ന് 50 താഴെ വോട്ടിന് വ്യത്യാസത്തിൽ 3 മുനിസിപ്പൽ വാർഡ് ഞങ്ങൾ തോറ്റത് കൊണ്ടാണ് മുനിസിപ്പൽ ഭരണം ഇടതുപക്ഷ ജനാധിപത്യത്തിന് കൈയെത്തുന്ന ദൂരത്തെത്തിയതാണ്. അതുകൊണ്ട് കൈപ്പത്തി മത്സരിക്കുന്നതുകൊണ്ട് ഇപ്പം ജോയ് വെട്ടിക്കുഴി 52 വോട്ടിലെ മുനിസിപ്പൽ വാർഡ് ജയിച്ചിട്ടുള്ളൂ. പലരും അങ്ങനെ ജയിച്ചിട്ടുള്ളൂ. 2 വോട്ടിലും 3 വോട്ട് ജയിച്ചു. ഞങ്ങൾക്ക് 97 വാർഡ് ഈ ജില്ലാ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 97 വാർഡ് ഞങ്ങൾക്ക് 25 വോട്ടിൻ്റെ താഴെ വ്യത്യാസത്തിൽ പോവുകയും അതിൻ്റെ ഭാഗമായി 12 പഞ്ചായത്ത് ഞങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പം ഞങ്ങൾക്കിപ്പം 16 പഞ്ചായത്തുണ്ട്. അപ്പം 12 വന്ന 28 പഞ്ചായത്ത് ഞങ്ങൾ വരുമായിരുന്നു. അപ്പം അതുകൊണ്ട് ആ കാര്യമൊന്നുമില്ല. നല്ല രാഷ്ട്രീയ അടിത്തറ ഇടതുപക്ഷ ജനാധിപത്യത്തിലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ജോയ് വെട്ടിക്കുഴി നേതൃത്വം കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിതി തന്നെ ഘട്ടത്തിലാണല്ലോ. 52 വോട്ടിനല്ലേ ഒരു മുനിസിപ്പൽ വാർഡ് ജയിച്ചത്. മനോജൻ തോമസ് ഉണ്ട്. ഇച്ചൂടെ ശ്രദ്ധിച്ചിരുന്നത് അതിനോട് ഏതാണ്ട് 10-12 ഞങ്ങളുടെ സൂക്ഷ്മ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 35-40ഓളം വരുന്ന വോട്ട് ഞങ്ങളുടെ LDF വോട്ട് അവിടെ പൊളി ചെയ്യിക്കാറുണ്ട്. മനസ്സിലായില്ലേ? ആ വോട്ടുകൂടെ പൊളി ചെയ്തിരുന്നെങ്കിൽ ജോയ് വെട്ടിക്കുഴി